യിൽ 9 പേരുടെ ജീവനെടുത്ത ആ ദാരുണമായ അപകടം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ അത് പ്രവചിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പത്തനംതിട്ട സ്വദേശിനിയായ ആർ.വി. മായയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇപ്പോൾ കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം? നമുക്ക് നോക്കാം. മായ മോഹൻ ഒരു പാരാസൈക്കോളജിസ്റ്റാണ്. അപകടം നടക്കുന്നതിന് കൃത്യം 7 ദിവസം മുൻപ് അവർ ഒരു ദർശനം കണ്ടു. ഒരു വണ്ടി മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുളുന്നതായും അതിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 16 പേരുള്ളതായും അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. കൃത്യം 7-ാം നാൾ വാൽപ്പാറയിൽ അത് സംഭവിച്ചു. പൊള്ളാച്ചി വാൽപ്പാറയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾക്ക് ദാരുണാന്ത്യം. 13-ാം ഹെയർപിന്നിന് സമീപമാണ് അപകടമുണ്ടായത്. ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം മറ്റൊന്നാണ്. അപകടത്തിൽപ്പെട്ട ട്രാവലറിന്റെ നമ്പറും മായയുടെ സ്വന്തം സ്കൂട്ടറിന്റെ നമ്പറും ഒന്നായിരുന്നു. ഇൻസിഡന്റ് ആയിട്ട് ഈ ആക്സിഡന്റ് നടന്ന വണ്ടിയുടെ നമ്പറും എന്റെ 2 വീലറിന്റെ നമ്പറും സെയിം ആണ്. 7288 എന്നുള്ള നമ്പറിലുള്ള വണ്ടിയാണ് ആക്സിഡന്റ് ആയത്. അതേപോലെ തന്നെ എന്റെ വണ്ടി നമ്പറും സെയിം ആണ്, 7288 ആണ്. രജിസ്ട്രേഷൻ വേറെ ആണെങ്കിലും 2 വണ്ടി നമ്പറും സെയിം ആണ്. ഞാൻ വിധിയെ വെല്ലുവിളിച്ചത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാണിംഗ് ആയിരിക്കാം. ഇതൊരു വെറും യാദൃശ്ചികതയാണോ അതോ പ്രകൃതി നൽകുന്ന എന്തെങ്കിലും സൂചനയാണോ? മായ പറയുന്നത് ഇത് തനിക്ക് കുട്ടിക്കാലം മുതലേയുള്ള ഒരു കഴിവാണെന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒക്കെ സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ദൃശ്യങ്ങളായിട്ടാണ് ഇവ വരുന്നത്. അർജുൻ എന്ന ഡ്രൈവറുടെ ലോറി ചളിയിൽ പുതഞ്ഞുകിടക്കുന്ന കാര്യം പോലും താൻ മുൻപേ കണ്ടിരുന്നുവെന്ന് മായ അവകാശപ്പെടുന്നു. ശാസ്ത്രീയമായി ഇതിനെ പ്രീകോഗ്നിഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മായ ഇപ്പോൾ പുതിയ 2 മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്. 1. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അവിടെ പാറയിൽ നിന്നൊരു കുട്ടി വീഴാൻ സാധ്യതയുണ്ടെന്നും സന്ദർശകർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അവർ പറയുന്നു. 2. ബസ് അപകടം. കേരളത്തിന് പുറത്ത് ഒരു വലിയ ബസ് അപകടം നടക്കാൻ സാധ്യതയുണ്ടെന്നും അവർ സൂചിപ്പിക്കുന്നു. ഇതൊന്നും ആളുകളെ പേടിപ്പിക്കാനല്ല, മറിച്ച് മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. മായ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ ഒന്നുറപ്പാണ്, യാത്ര പോകുമ്പോഴും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇരിക്കുമ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ അശ്രദ്ധ മതി വലിയൊരു അപകടത്തിന്. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കുക. വാൽപ്പാറയിൽ പൊലിഞ്ഞ 9 ജീവനുകൾ കേരളത്തിലെ ഇന്നും ഒരു വിങ്ങൽ തന്നെയാണ്. എന്നാൽ ആ മരണങ്ങൾ ഒരാഴ്ച മുൻപേ താൻ കണ്ടിരുന്നു എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ നാം അതിനെ എങ്ങനെ കാണണം? പത്തനംതിട്ട സ്വദേശിനിയായിട്ടുള്ള ആർ.വി. മായ എന്ന സൈക്കോളജിസ്റ്റ് മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ കേവലം ഒരു തമാശയായിട്ട് തള്ളിക്കളയാൻ സോഷ്യൽ മീഡിയ തയ്യാറല്ല. മായ പറയുന്നത് എന്താ വെച്ചാൽ താൻ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണ് എന്നുള്ളതാണ്. അവരുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 വാക്കുകളാണ്, 1 ടെലിപ്പതിയും 2 പ്രീകോഗ്നിഷനും എന്നുള്ളത്. പ്രീകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ദ്രിയാതീതമായിട്ട് അറിയുന്ന ഒരവസ്ഥയാണ്. ഇനി ടെലിപ്പതി എന്ന് പറഞ്ഞാലോ വാക്കുകളോ ആംഗ്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ദൂരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ മായയുടെ കാര്യത്തില് തന്റെ സ്കൂട്ടർ നമ്പറായിട്ടുള്ള 7288 അപകടത്തിൽപ്പെട്ട വാഹനത്തിന് വന്നത് ഒരു സിങ്ക്രോണിസിറ്റി ആയിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. ഇതിനെ വിധി നൽകിയ ഒരു മുന്നറിയിപ്പായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ ശാസ്ത്രം ഇതിനെ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, 1 കൺഫർമേഷൻ ബയാസ്, അതായത് സ്ഥിരീകരണ പക്ഷാപാതം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാര്യം മുൻകൂട്ടി വിചാരിക്കുകയും പിന്നീട് അതിനോട് സാമ്യമുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ കാര്യമായിട്ട് തന്നെ നമുക്കത് തോന്നും. ആയിരക്കണക്കിന് പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് അപകടവുമായിട്ട് ഒത്തുപോകുന്നത് സ്റ്റാറ്റിക്കലി അത് സാധ്യമാണ്. 2ാമത്തെ കാര്യമാണ് റെട്രോസ്പെക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് അപകടത്തിന് ശേഷം നാം നമ്മുടെ പഴയ പോസ്റ്റുകളെ അപകടത്തിന്റെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ചേർത്ത് വെക്കാൻ ശ്രമിക്കും. 3 കുട്ടികൾ എന്ന് മായ പറഞ്ഞപ്പോൾ അപകടത്തിൽപ്പെട്ടത് 2 കുട്ടികളും ഒരു അധ്യാപികയുമാണ്. പക്ഷെ നമ്മുടെ മനസ്സ് ആ വ്യത്യാസത്തെ അവഗണിച്ച് സാമ്യങ്ങളെ മാത്രമാണ് തിരയുന്നത്. ഒരു ഭിത്തിയിലെ തോക്ക് കൊണ്ട് വെടിവെച്ചതിന് ശേഷം ആ ഉണ്ട കൊണ്ടെടുത്ത് വട്ടം വരച്ച് ഞാൻ കൃത്യമായിട്ട് എഴുതു എന്ന് പറയുന്നത് പോലെയാണ് ഇതെന്നുള്ളത്. അതായത് അപകടം നടന്ന ശേഷം പഴയ സൂചനകളെ അതിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ മായ ഒരു MSW ബിരുദധാരിയും സൈക്കോളജിസ്റ്റുമാണ്. അവർ പറയുന്നത് താൻ ഇത് ബോധവൽക്കരണത്തിനായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം പ്രവചനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ഭീതിയാണ് പരത്തുന്നതല്ലേ? ആതിരപ്പള്ളിയിൽ ഇനി ഒരു അപകടം നടക്കുമെന്ന് അവർ പറയുമ്പോൾ അവിടേക്ക് യാത്ര പ്ലാൻ ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നുള്ളത് കാര്യം നമ്മൾ ചിന്തിക്കണം. ഇവിടെ യാത്രകളിൽ നമുക്ക് ജാഗ്രത വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മായ പറഞ്ഞാലും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞാലും ശരിയാണല്ലേ? എന്നാൽ അമാനുഷിക ശക്തികളെക്കാൾ ഉപരിയായിട്ട് റോഡ് സുരക്ഷാ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ അതിലൂടെ മാത്രമേ നമുക്ക് ദുരന്തങ്ങൾ ഒഴിവാക്കാനും സാധിക്കൂ. സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾക്കും ഷെയറുകൾക്കും അപ്പുറം ഇത്തരം പ്രവചനങ്ങൾ നമ്മുടെ യുക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടോ അതോ ജാഗ്രത വർദ്ധിപ്പിക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ ചോദ്യം ഇവിടെ ഉയരുന്നത്. എന്തായാലും ആർ.വി. മായയുടെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രവചിച്ചതോടുകൂടി തന്നെ
ഇത്തരം പ്രവചനത്തെ കുറിച്ചുള്ള ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാണ്. അതിൽ പ്രധാനമായിട്ട് 3 തരത്തിലെ ആൾക്കാരാണ് അത് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന വിശ്വാസികളും അനുകൂലികളും. അതായത് പലരും ഇതിനെ ഒരു 6th സെൻസ് ആയിട്ടാണ് കാണുന്നത്. ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത പലതും പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. ഇവിടെ പ്രവചനം സത്യമാണോ അല്ലയോ എന്നതിനേക്കാളും ഇതൊരു മുന്നറിയിപ്പായിട്ട് കണ്ട് യാത്രകളിൽ ജാഗ്രത പാലിക്കണമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം തന്നെ മായയെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കമന്റ് ബോക്സുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമ്മേ ജാഗ്രത തന്നെ നന്ദി, ദൈവം നൽകിയ കഴിവ്, ഇങ്ങനെ തുടങ്ങിയ കമന്റുകളാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്നും വരുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് യുക്തിവാദികളും വിമർശകരുമാണ് കേട്ടോ. അതായത് അപകടം നടന്ന ശേഷം പഴയ പോസ്റ്റുകൾ എഡിറ്റ് ചെയ്തതാണോ എന്ന് ഇവർ സംശയിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പഴയ പോസ്റ്റിലെ ക്യാപ്ഷൻ എഡിറ്റ് ചെയ്താൽ തീയതി മാറില്ല എന്നത് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ പോസ്റ്റ് ഹൈഡ് ചെയ്ത് വെച്ച് പിന്നീട് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ലോകത്ത് ദിവസവും ആയിരക്കണക്കിന് അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഏകദേശമായിട്ട് ഒത്തുപോകുന്നത് കണ്ടാൽ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി മാത്രമാണ് എന്നുള്ള കാര്യം ഇവർ വാദിക്കുന്നുണ്ട്. ഇവിടെ ആതിരപ്പള്ളിയിൽ അപകടം സംഭവിക്കുമെന്ന് പറയുന്നതും ടൂറിസം മേഖലയെ ബാധിക്കുമെന്നും ആളുകളിൽ പാനിക് ഉണ്ടാകുമെന്നുള്ള കാര്യവും ഇവർ വിമർശിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഡിജിറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത്, അതിന്റെ വശം എന്ന് പറയുന്നത്. അതായത് മായയുടെ വണ്ടി നമ്പറും 7288 അതും ഈ ഒരു അപകടത്തിൽപ്പെട്ട വണ്ടി നമ്പർ ഒന്നായത് ആളുകളെ പെട്ടെന്ന് സ്വാധീനിക്കുന്നു. അതൊരു ഘടകം തന്നെയാണ്. ഇത്തരം പൊരുത്തങ്ങൾ കാണുമ്പോൾ മനുഷ്യ മസ്തിഷ്കം അതിനെ ഒരു ദൈവിക ഇടപെടലായിട്ട് തന്നെ ചിന്തിക്കാൻ പ്രവണത കാണിക്കും. നെഗറ്റീവ് വാർത്തകളും ഇത്തരം ഭയപ്പെടുത്തുന്ന പ്രവചനങ്ങളും സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങളിൽ വേഗത്തിൽ തന്നെ വൈറലാകാറുണ്ട്. ഇത് മായയുടെ റീച്ചും വർദ്ധിപ്പിച്ചു. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, RV മായ എന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ അത് അത്ഭുതമാണോ അതോ യാദൃശ്ചികമാണോ എന്നത് നമുക്ക് കാലത്തിനെ വിട്ടു നൽകാം. എന്നാൽ ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്. നമ്മുടെ സുരക്ഷയ്ക്ക് നാം ആശ്രയിക്കേണ്ടത് ഇത്തരം അദൃശ്യ പ്രവചനങ്ങളെയാണോ? പ്രവചനങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും വാൽപ്പാറയിൽ ആ 13ാം ഹെയർപിൻ വളവിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് പിന്നിൽ കൃത്യമായിട്ട് ചില കാരണങ്ങളുണ്ട്. ഈ ഒരു റോഡിലെ അശ്രദ്ധയോ അല്ലെങ്കിൽ വാഹനത്തിന്റെ തകരാറോ അല്ലെങ്കിൽ ഡ്രൈവർക്കുണ്ടായ ക്ഷീണമോ ആകാം ആ ദുരന്തത്തിന് പിന്നില്. ടെലിപ്പതിയിലൂടെ ഒരു അപകടം വരുമെന്ന് മുൻകൂട്ടി കാണുന്നതിനേക്കാൾ വലിയൊരു 6th സെൻസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അത് ജാഗ്രത എന്നുള്ള 6th സെൻസ് ആണ് വേണ്ടത്. മായയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നുള്ള വാദത്തെക്കാൾ നമ്മൾ ഓരോരുത്തരും ട്രാഫിക് നിയമങ്ങൾ പാലിക്കുകയും വാഹനം കൃത്യമായിട്ട് പരിശോധിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും യുക്തിയും വിശ്വാസവും തമ്മിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്? മായയുടെ പ്രവചനത്തെ ഒരു മുന്നറിയിപ്പായി കണ്ട് ജാഗ്രത പാലിക്കണോ അതോ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളില്ലാത്ത ഇത്തരം പ്രവചനങ്ങളെ അത് തള്ളിക്കളയണോ? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഈ ഒരു ചർച്ചയ്ക്ക് പുതിയൊരു തലം വെക്കും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സുരക്ഷിതയായിട്ട് യാത്ര ചെയ്യുക, ജാഗ്രതയോടെ ഇരിക്കുക.